നമസ്കാരം. നമസ്കാരം. നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്തായാലും 8:30 എന്നാണ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത്. എല്ലാവരും വരുന്നതേ ഉള്ളൂ. എന്നാലും നമുക്ക് ക്ലാസ് തുടങ്ങാം, താമസിക്കണ്ട. ചിലപ്പോ മഴയായോണ്ടായിരിക്കും. അതെ അതെ അതെ, എല്ലാവരും നല്ല മഴയാണ്. അതെ അതെ, എല്ലായിടത്തും നല്ല മഴയുണ്ട്. എല്ലായിടത്തും നല്ല മഴയല്ലേ. നമ്മൾ അങ്ങനെ നോക്കിയാൽ ക്ലാസ് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അതെ. എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം ഇന്ന് തന്നെ. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടി ക്ലാസ് ആരംഭിക്കാം. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ജന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മൂർത്തിത്വേ പരികൽപ്പിതസ്യ സുഹൃതോ ആത്മാ പുനർജന്മന ആത്മേത്യാത്മവിതാൻ കൃതിശേദാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്യ വിശ്വാനേകദായ ശ്രുതോ വാദന്ന സർവനൈകരണസ്ത്രൈലോക്യദീപോരവി. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് കൊണ്ട് ഒന്നാമത്തെ പാഠഭാഗം തീർത്തിരുന്നു. അപ്പോൾ 2 പാഠഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പാഠഭാഗം തീർന്നു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇനി അതിൽ തന്നെ കുറച്ച് ഗണിതക്രിയകൾ ഒന്നാമത്തെ പാഠഭാഗത്തിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ പാഠഭാഗത്തിൽ കുറേയേറെ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ കുറേ അധികം വീഡിയോയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോകൾ എല്ലാവരും കാണുക. അത് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം രണ്ടാമത്തെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടത് ഗണിതക്രിയകളാണ്. അപ്പോൾ ഈ ഗണിതക്രിയകളുടെ വീഡിയോസ് ചെയ്ത് ഇടുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇതേപോലെ ഇരുന്നു കൊണ്ട് ഞാൻ ക്ലാസ് അവതരിപ്പിക്കുകയാണ്. പിന്നീട് നമുക്ക് ഗണിതം മാത്രമായിട്ട് നിന്നുകൊണ്ട് ക്ലാസ്സായിട്ട് നമുക്ക് ബോർഡിൽ എഴുതി കാണിച്ചുകൊണ്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ലൈവായിട്ട് കാണിക്കാം. അതുകൂടാതെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഓൾറെഡി എല്ലാ ഗണിതക്രിയകളുടെയും വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം. ഓരോ ഗണിതക്രിയ ക്ലാസ് നിങ്ങൾക്കത് ഏകദേശം പറഞ്ഞു തന്നതിന് ശേഷം വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പാഠഭാഗം നമ്മളിപ്പം പഠിക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ, അതായത് ജ്യോതിഷ പ്രവേശിക പാഠഭാഗം 2 എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, ആ നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ജ്യോതിഷ പ്രവേശിക എന്ന് പറയുമ്പോൾ അത് ജാതക ഗണിതം, ജ്യോതിഷ പ്രവേശിക എന്നാണ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. പാഠഭാഗം 2ാമത്തേതാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ജ്യോതിഷ പ്രവേശിക എന്നാൽ അത് ജാതകം എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ ജാതകം എങ്ങനെ എഴുതുക. ആദ്യം നമ്മളത് ഗ്രഹനില എഴുതാൻ പഠിക്കുന്നു. അതിനുശേഷം സമ്പൂർണ്ണ ജാതകം എഴുതുന്നതിന് നിങ്ങളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ജ്യോതിഷ പ്രവേശിക പാഠഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ കോഴ്സിനെ ഏതാനും ഭാഗങ്ങളായിട്ടാണ് ഞാൻ വിഭജിച്ചേക്കുന്നത്. ജ്യോതിഷ പ്രവേശിക അഥവാ ജാതക ഗണിതം, അത് കഴിഞ്ഞാൽ മുഹൂർത്ത ഗണിതം, മുഹൂർത്തം എങ്ങനെ തയ്യാറാക്കാം. മുഹൂർത്തം കഴിഞ്ഞാൽ പൊരുത്ത വിഷയം, അതായത് വിവാഹ പൊരുത്തം. അതിനുശേഷമാണ് പ്രശ്ന വിഷയം. പ്രശ്നം കഴിയുമ്പോൾ ദേവപ്രശ്നം പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ദേവപ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രശ്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ
കണക്കാക്കേണ്ടതാണ്. കാരണം ഏകദേശം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത മേഖലകൾ, ഇപ്പം മന്ത്രം, ഇതിൻ്റെ വിവാഹത്തിൻ്റെ പൊരുത്തം കഴിയുമ്പോൾ നമ്മൾ ദോഷപരിഹാരങ്ങൾ, അതേപോലെ തന്നെ സംഖ്യാശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, വാസ്തുശാസ്ത്രം, ഇതൊക്കെ എന്താണെന്നൊരു ജനറൽ അവയർനെസ് എല്ലാ ജ്യോതിഷന്മാർക്കും ഉണ്ടാകണം. എന്നാൽ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് എളുപ്പത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകളായിട്ട് വിഭജിച്ചുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിനെ കാണുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് ജാതക ഗണിതം എന്നുള്ള ജ്യോതിഷ പ്രവേശിക എന്നതാണ്. അപ്പോൾ ആ ജ്യോതിഷ പ്രവേശികയിൽ ഏതാണ്ട് 22 പാഠഭാഗങ്ങൾ ഉണ്ടാകും. 22 പാഠഭാഗങ്ങൾ. അതിൽ നമ്മൾ ഒരു പാഠഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 22 പാഠഭാഗത്തിൽ ഏതാണ്ട് 12ഓളം പാഠഭാഗങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെയും ദശാപഹാര കാലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങളുമാണ്. ദശാപഹാര കാലങ്ങൾ, ഓരോ ഗ്രഹങ്ങൾ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. ലഗ്നാധിപൻ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ലഗ്നാധിപൻ 10ാം ഭാവത്തിലാണെങ്കിൽ ആ 10ാം ഭാവാധിപന്റെ ദശാകാലം എങ്ങനെയായിരിക്കും, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നോട്ട്സിലുണ്ടാകും. അപ്പോൾ അത് 10-12 പാഠഭാഗങ്ങൾ അത്തരത്തിലാണ്. ബാക്കിയുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ പഠന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. ഈ നോട്ട്സിൽ തരുന്ന ഈ ഫലങ്ങളൊക്കെ നമ്മളത് കാണാതെ പഠിച്ചു വയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ശ്ലോകങ്ങളുണ്ട്, ശ്ലോകങ്ങൾ ആവശ്യമുള്ളവർക്ക് കാണാതെ പഠിക്കാം. പക്ഷേ ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് ആദ്യകാലങ്ങളിൽ പഠിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് അറിവ് നേടണമെങ്കിൽ ബാക്കി ശ്ലോകങ്ങൾ ഓരോന്നോരോന്നായിട്ട് വശത്താക്കാം. അപ്പം ഞാനൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ആശ്രയ രാശി ഫലങ്ങൾ, പിന്നീട് ഭാവഫലങ്ങൾ, പിന്നെ നക്ഷത്ര ഫലങ്ങൾ, ഇത് ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആശ്രയ രാശി ഫലങ്ങൾ ഓരോ രാശി ഫലത്തിൻ്റെയും, ഓരോ രാശിയുടെയും ആശ്രയ രാശി ഫലങ്ങൾ, ഓരോ ഗ്രഹത്തിൻ്റെയും ആശ്രയ രാശി ഫലങ്ങൾ ഇത് എഴുതി പോക്കറ്റിൽ ചെറിയ തുണ്ടു പേപ്പറിൽ ഇടുക. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ എടുത്ത് വായിച്ചതിന് ശേഷം ആ ശ്ലോകങ്ങൾ, ഇപ്പം ഉദാഹരണമായിട്ട് താമ്രതി ഉഷ്ണശാഖ ലഘുവൃ ക്ഷിപ്രപ്രസാദോടന കാമി ദുർബല ജാനുരസ്ഥിരതന ശൂരാംഗനോ വല്ലഭ സേവാജ്ഞ കുതംഹി വൃണാങ്കിത ശിരോ മാനി സഹോത്താഗ്രജ ശക്തിയ പാണിതലയെങ്കിൽ, അത് കുറേ ഉണ്ട്. മേടൻ രാശിയുടെ മേടക്കൂറിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലമാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് മുഴുവൻ ചൊല്ലി കേൾപ്പിച്ച് സമയം കളയുന്നില്ല. അങ്ങനെ ആ ശ്ലോകത്തെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് തന്നെ പറഞ്ഞു നോക്കും. മുഴുവൻ പറയാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും വായിച്ചു നോക്കും. അങ്ങനെ ഓരോ ശ്ലോകത്തെയും നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ ശ്ലോകങ്ങൾ പഠിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ, ഒരു ഗ്രഹം എവിടെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഫലം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതേസമയം അത് മലയാളത്തിൽ ഗദ്യരൂപത്തിൽ പഠിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് എത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കും. അതുകൊണ്ട് തന്നെ ശ്ലോകങ്ങൾ പഠിക്കണം. എന്നാൽ എല്ലാം കൂടെ നമുക്ക് പഠിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഓരോന്നോരോന്നായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ശ്ലോകങ്ങൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ പാഠഭാഗങ്ങളിൽ തരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പഠനത്തിൻ്റെ ക്രമം. ജാതക ഗണിതം കഴിഞ്ഞാൽ മുഹൂർത്തം കഴിഞ്ഞാൽ പൊരുത്തം. അപ്പോൾ ആദ്യം പിന്നെ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉപശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രശ്നമാർഗത്തിലേക്ക് അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രശ്നകാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അഡ്വാൻസ് എന്നുള്ള രീതിയിലേക്ക് പോകാം. ഇപ്പോൾ എന്തായാലും ജാതക ഗണിതത്തിൽ 2ാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നേരത്തെ ഞാൻ ആദ്യം തന്നെ 2 പാഠഭാഗങ്ങൾ നോട്ട് തന്നിട്ടുണ്ട്. അതിൽ ജാതകം ഒരു കണ്ണാടി, അപ്പോൾ ജാതക രചന എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ശിശു അപ്പോൾ ഒരു ജാതകം തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് വേണ്ടത്?
ഒരു കുട്ടി ഇപ്പം കുട്ടി ജനിക്കുമ്പോൾ പേര് വേണമെന്നില്ല, അല്ലെങ്കിൽ പേരിന് പകരം അമ്മയുടെ ഇന്ന ആളിൻ്റെ പുത്രൻ, അല്ലെങ്കിൽ ഇന്ന ആളിൻ്റെ പുത്രി, ഇന്ന ദമ്പതിമാരുടെ പുത്രനോ പുത്രിയോ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ജാതകം എഴുതുമ്പോൾ പേരിടാത്ത പക്ഷം നമ്മൾ ആ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നാമകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേര്, ആ കുട്ടി ജനിച്ച നക്ഷത്രം എന്ന് പറയുന്നത് അവർക്ക് ഒരുപക്ഷെ അവരുടെ അവരുടെ മനസ്സിലുള്ള നക്ഷത്രമാണ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ജാതകം എഴുതുന്നത് എങ്കിൽ ചിലപ്പോൾ നക്ഷത്രങ്ങളൊക്കെ തെറ്റിപ്പോയേക്കാം. കലണ്ടറിൽ ഇന്ന് എഴുതിയിരിക്കുന്ന നക്ഷത്രം ആകണമെന്നില്ല ആ കുട്ടി ജനിച്ച സമയത്തുള്ളത്. അത് ഇതിനെക്കുറിച്ച് നക്ഷത്രം കണ്ടെത്താൻ അറിയാൻ വയ്യാത്തവരെ സംബന്ധിച്ച് അത് തെറ്റിപ്പോകാം. അങ്ങനെ വരുമ്പോൾ അവർ ഏകദേശം ധരിച്ചു വെച്ചിരിക്കുന്ന നക്ഷത്രം എന്നേ നമുക്കതിൽ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കുട്ടി ജനിച്ച തീയതി, മാസം, വർഷം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. അതായത് ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ജനിച്ച സമയം, കുട്ടി ജനിച്ച സ്ഥലം, ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ജാതകം നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം കുട്ടിയുടെ ജാതകത്തിൽ, അപ്പോൾ ജാതകം ഒരു കണ്ണാടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാഗധേയം, ആ കുട്ടിയുടെ ജീവിതം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ജാതകം അത് ഒരു കണ്ണാടി എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ശിശു ജനിച്ച വർഷം, മാസം, തീയതി, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ചന്ദ്രക്രിയ, ചന്ദ്രാവസ്ഥ, ചന്ദ്രവേല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ജനന സമയത്തെ ലഗ്നം, തത്സമയം ഉദിച്ച രാശി, സൂര്യാദി നവഗ്രഹങ്ങൾ, ഗുളികൻ, പഞ്ചധൂമാദി സ്ഫുടങ്ങൾ, ഉദിച്ചു നിൽക്കുന്ന രാശികൾ, ആ രാശികളിൽ കടന്നു പോകുന്ന തീയതികൾ, നാഴികകൾ, നക്ഷത്രദശ, ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ കണ്ടെത്തണം. അതറിഞ്ഞിട്ട് വേണം ഫലപ്രവചനം നടത്താനായിട്ട്. അപ്പോൾ ജനന സമയത്തെ അടിസ്ഥാനമാക്കി ഈ ജ്യോതിശാസ്ത്ര തത്വം അനുസരിച്ച് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ഗണിതം എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ഗണിച്ച് കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. ഇന്ന് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസും മറ്റും ഉള്ളതുകൊണ്ട് അതിൻ്റെ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. എന്നാലും തീർച്ചയായിട്ടും നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗണിതക്രിയകളും ഞാൻ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ചു വയ്ക്കേണ്ടത് ഓരോ ജ്യോത്സ്യൻ്റെയും കടമ തന്നെയാണ്. ഗണിതം പഠിച്ചതിന് ശേഷം നമുക്ക് അത് നമ്മൾ എന്താണ് എന്ന് മനസ്സിലായതിനു ശേഷം പിന്നെ നമുക്ക് മൊബൈൽ സോഫ്റ്റ്വെയറോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറോ ഒക്കെ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഗണിതക്രിയകൾ പഠിച്ചിരിക്കണം. അത് ഈ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പം കൃത്യമായി നിർവഹിക്കുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ ഗണിതത്തെ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിനനുസരിച്ചാണ് ഈ നമ്മൾ പറയുന്ന ഫലപ്രവചനത്തിൻ്റെ കൃത്യത വരുന്നത്. സൃഷ്ടികർത്താവ്, അതായത് ഈശ്വരൻ, ലലാട ദേശത്ത് കുറിച്ചിട്ട കുറിമാനമാണ് ജാതകം എന്നാണ് ജ്യോതിശാസ്ത്രം അതിനെ ഒരു വിവക്ഷിക്കുന്നത്. അപ്പം ജ്യോതിഷം അറിയാവുന്ന വ്യക്തിയെ ദൈവജ്ഞൻ എന്നാണ് വിളിക്കുന്നത്. ദൈവജ്ഞൻ, ജ്യോതിഷി അല്ലെങ്കിൽ ദൈവജ്ഞൻ. അപ്പം ദൈവജ്ഞൻ ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടിയുടെ ജാതകം കണ്ടെത്തുകയും ഗണിതത്തിലൂടെ കണ്ടെത്തുകയും ജന്മസൗഖ്യം, കുലമഹിമയുടെ ഉച്ചനീച അവസ്ഥ, സ്ഥാനമാന അവസ്ഥാഭേദങ്ങൾ, പൂർവജന്മാർജിത ഫലങ്ങൾ, ഐഹിക ജീവിത അനുഭവങ്ങൾ, ഇവയെല്ലാം ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ ഗ്രഹഗണിതം കൊണ്ട് സൂക്ഷ്മപ്പെടുത്തി ജാതകത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാവി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ സൂക്ഷ്മപ്പെടുത്തി ആ വ്യക്തിയുടെ ഫലം പറയാൻ നമുക്ക് സാധിക്കണം. ആ കാഴ്ചകൾ സൂക്ഷ്മമാകണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഗണിതം, നമ്മൾ ചെയ്യുന്ന ഗണിതം സൂക്ഷ്മമാകണം.
അപ്പോൾ ഇത് പഴമക്കാരിൽ നിന്ന് പുതുമ. ഇപ്പം നമ്മൾ ഈ ഗ്രഹഗണിത വിദ്യ പ്രവേശിച്ചതോടെ ആദ്യകാലത്ത് പഞ്ചാംഗം പോലും ആരുടെ കയ്യിലുമില്ല. ഗവൺമെൻറ്റും അല്ലെങ്കിൽ വിവിധ സംഘടനകളും ഒക്കെ പഞ്ചാംഗം ഗണിച്ച് അത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ജ്യോതിഷന്മാർക്ക് കുറേയേറെ ജോലികൾ എളുപ്പമായത്. അതിനു മുമ്പ് ഓരോ ജ്യോത്സ്യന്മാരും പഞ്ചാംഗം ഉൾപ്പെടെയുള്ളത് ഗണിച്ച് കുറിച്ചു വെച്ചതിന് ശേഷമാണ് ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്നത്. ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഗ്രഹഗണിതങ്ങൾ പോലും നമുക്ക് പഞ്ചാംഗം നോക്കിയാൽ മനസ്സിലാകും. പഞ്ചാംഗം നോക്കി ഇപ്പോൾ പഞ്ചാംഗം പോലും വേണ്ട, ഡേറ്റ് ഓഫ് ബർത്തും സമയവും അല്ലെങ്കിൽ പേരും നക്ഷത്രവും ജനിച്ച സ്ഥലവും ഒക്കെ, നക്ഷത്രം വേണ്ട, ജനിച്ച സ്ഥലവും ഒക്കെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ വേണ്ട ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ജാതകം പൂർണ്ണമായിട്ട് കിട്ടും. പക്ഷേ അത് നമ്മൾ എത്രമാത്രം നമ്മൾ സ്വീകരിക്കണം പല വിഭാഗത്തിൽ, അത് മുഴുവനായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. എന്നിരുന്നാലും ഗണിതക്രിയകളെ ഏകദേശമൊക്കെ കൃത്യമാണ്. ചില സമയത്തൊക്കെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അതൊക്കെ ചിലപ്പം മിസ്റ്റേക്കുകൾ വന്നാൽ പോലും നമുക്ക് ഈ ഗണിതം അറിയാമെങ്കിൽ അതിൻ്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനും അത് അന്നേരം തന്നെ കറക്റ്റ് ചെയ്ത് ഫലപ്രവചനത്തിൽ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ പഴമയിൽ നിന്ന് ഈ ഗ്രഹഗണിത വിദ്യ പുതിയ മാനങ്ങളിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് പഞ്ചാംഗം വഴി നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. പഞ്ചാംഗത്തിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് ഈ ആപ്ലിക്കേഷനുകളിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചാംഗത്തിൽ ഓരോ മാസത്തെയും നിത്യസ്ഫുടങ്ങൾ ഉദയത്തിനനുസരിച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഗ്രഹഗണിതം നമുക്ക് വലിയ അധ്വാനമില്ലാതെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായ ഒരു ജ്യോതിഷന് പോലും അത് കഴിയും എന്ന് വന്നു. പണ്ട് കാലത്ത് ഈ ജാതകം ഗണിക്കുന്നതിനേക്കാൾ പഞ്ചാംഗം ഗണിക്കാനുള്ള അത്ര ജ്യോതിഷം ഗണിത ഭാഗങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ അത് സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് നമുക്ക് എളുപ്പമായി വന്നു എന്നാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ജനന സമയത്തിന് സംസ്കരിച്ചെടുക്കുന്ന ക്രിയയ്ക്കാണ് ഗ്രഹസ്ഫുടക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നോട്ടിൽ രണ്ടാമത് തന്നിരിക്കുന്നത് കലിദിനം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് നാളെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇന്ന് ഏകദേശം അത് പറഞ്ഞു പോകാം. കലിദിനം എന്ന് പറയുന്നത് കലിവർഷം ആരംഭിച്ച് ഇന്നേക്ക് എത്ര ദിവസമായി എന്നുള്ളതാണ്. അപ്പം കലിവർഷം ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അത് കലിവർഷം ആരംഭിക്കുക ഓരോ കൊല്ലത്തെ പഞ്ചാംഗത്തിലും കലിവർഷം പഞ്ചാംഗത്തിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഗണിതക്രിയകൾ വളരെ എളുപ്പമാണെങ്കിൽ പോലും കലിവർഷം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും കലിദിനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ഭാരതീയ ശാസ്ത്രങ്ങൾ അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ശ്രീകൃഷ്ണന്റെ ജനനവും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വർഷവുമൊക്കെ എങ്ങനെ നമുക്ക് കണക്ക് കൂട്ടി ആധികാരികമായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് കുറേ നാളുകൾക്ക് മുമ്പാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നതിന് എളുപ്പമാക്കുന്നതിന് വേണ്ടി കലിദിനം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള വീഡിയോയും പ്രത്യേകം ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് തരാൻ ലിങ്ക്, അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് കലിദിനം എന്താണ് എന്നൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ കലിദിനം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് വർഷം അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചുള്ള തീയതികളാണ് പൊതുവെ പിന്തുടരുന്നത്. അപ്പോൾ ഇത് ജൂൺ മാസം ഇന്ന് 26-ാം തീയതിയാണ്. 2024 ആണ്ടാണ്. 2024 എന്ന് പറയുന്നത് ക്രിസ്തുവിന് ശേഷം AD 2024 ആനോ ഡോമിനി എന്ന് ലാറ്റിൻ വാക്കിൽ പറയുമ്പോൾ, അതായത് ആഫ്റ്റർ ഡെത്ത് എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കവാക്ക്.
അപ്പം ക്രിസ്തുവിന് മരണശേഷമുള്ള വർഷങ്ങളാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിസ്തു മരിച്ചതിന് ശേഷം ഈ 2024 വർഷമായി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ തന്നെ 2024 വർഷങ്ങൾ കഴിഞ്ഞ് ഇത് 2024 വർഷത്തിൽ ജൂൺ മാസം 26 ആകെ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഇവിടെ പ്രസക്തമല്ല. എന്നാൽ കലി ദിനത്തിൽ അങ്ങനെയല്ല, എത്ര ദിവസം കടന്നുപോയി, ശ്രീകൃഷ്ണൻ മരിച്ച ദിവസം മുതൽ എത്ര ദിവസമാണ് ഇന്ന് എന്നാണ് കലി ദിനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അന്ന് മുതൽ കലി വർഷം തുടങ്ങി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കൊല്ലവർഷം ഏതാണോ, എത്ര ആണ്ടാണോ, അതിനെ AD 826 കൊല്ലവർഷം തുടങ്ങിയത്. ആ കൊല്ലവർഷത്തിനോട് 826 കൂട്ടിയാൽ നമുക്ക് 2024 എന്നുള്ള സംഖ്യ കിട്ടും. അത് കൊല്ലവർഷം കണ്ടുപിടിക്കുന്നതിനുള്ള വഴിയാണ് എന്നിരിക്കെ നമുക്ക് കലിദിനം കണ്ടുപിടിക്കുന്നതിനും ഇതേപോലെ തന്നെ ഗണിതക്രിയയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ കൊല്ലത്തെ പഞ്ചാംഗത്തിലും, ഇപ്പോൾ പഞ്ചാംഗത്തിൽ ഓരോ മാസത്തെയും വിഭാഗം എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കലിദിനം എഴുതിയിട്ടുണ്ടാകും. അതായത് പഞ്ചാംഗത്തിൽ ഇപ്പം ഇത് മിഥുന മാസമാണ്. മിഥുന മാസത്തിലെ 1-ാം തീയതി 6 മണിക്ക് 6 AM ഇന്നതാണ് കലിദിനം എന്ന് പഞ്ചാംഗത്തിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ ദിവസവും കഴിയുന്നത്, അപ്പോൾ 1-ാം തീയതി കലിദിനം ഏതാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഞ്ചാംഗത്തിൽ മുകളിൽ എഴുതിയിരിക്കുന്ന കലിദിനത്തിൽ നിന്ന് +1 കൂട്ടിയാൽ 1-ാം തീയതി, അതായത് മിഥുന മാസം 1-ാം തീയതിയുള്ള കലിദിനം നമുക്ക് കിട്ടും. 2-ാം തീയതി ആണെങ്കിൽ 2 കൂട്ടുക, 3-ാം തീയതി ആണെങ്കിൽ 3 കൂട്ടുക. ഇങ്ങനെ നമുക്ക് പഞ്ചാംഗം നോക്കി വളരെ എളുപ്പം കലിദിനം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ഈ കലിദിനം എന്താണ് എന്നും അതെങ്ങനെയാണ് ശരിയായിട്ട് കണ്ടുപിടിക്കുന്നത് എന്നും, ഇപ്പോൾ പഞ്ചാംഗത്തിൽ നമുക്ക് എഴുതിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കണമായിരുന്നല്ലോ. അതെങ്ങനെയാണെന്നുള്ള അറിവുകളാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഉദാഹരണം ഇവിടെ നമ്മുടെ നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്ന ആ സംഖ്യയിൽ നിന്ന് ജനിച്ച തീയതി ചേർത്താൽ ജനന ദിവസത്തെ കലിദിന സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ 2 തരത്തിലാണ് കലിദിനം നമുക്ക് ജാതകത്തിൽ എഴുതാൻ. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് ജാതകവും തലക്കുറിയും ഒക്കെ എഴുതുന്നതിന്. അതിൽ കലിദിനം എന്ന് പറയുന്നത് ചിലർ തദ്ദിന കലിദിന സംഖ്യ എന്ന് പറഞ്ഞിട്ട് ആ ദിവസം ഏതാണോ കലിദിന സംഖ്യ വരുന്നത് അതാണ് എഴുതുന്നത്. ചിലർ ഗത കലിദിന സംഖ്യ എന്ന് എഴുതാറുണ്ട്. ഗത കലിദിന സംഖ്യ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ദിവസങ്ങൾ, കലിദിനത്തിൽ എത്ര ദിവസങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്നത്തെ ദിവസം ഒന്നുകൂടെ കൂട്ടിയാൽ ആ ദിവസത്തെ കലിദിനം കിട്ടും. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ജനന ദിവസത്തേക്കുള്ള കലിദിന സംഖ്യ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ കലിദിന സംഖ്യയെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുമ്പോൾ ആ ശിഷ്ടം കിട്ടുന്നത് വെള്ളിയാഴ്ച മുതൽ നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് ഈ കുട്ടി ജനിച്ച ആഴ്ച ദിവസം കിട്ടും. അപ്പം നമുക്ക് ഒരു കുട്ടിയുടെ കലിദിന സംഖ്യ ഉദാഹരണമായിട്ട് 18,54,633 ഒരു കുട്ടി ജനിച്ച കുട്ടിയുടെ കലിദിന സംഖ്യ എങ്കിൽ, അതായത് ശ്രീകൃഷ്ണൻ ജനിച്ച് മരിച്ചതിന് ശേഷം ഇത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടി ജനിച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ കലിദിന സംഖ്യ 18,54,633 എങ്കിൽ ആ കുട്ടി ജനിച്ച ആഴ്ച ദിവസം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞത്. അതിനെ 7 കൊണ്ട് ഹരിക്കുക. അതിനെ 365 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് വർഷം കിട്ടും.
365 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് വർഷം കിട്ടും. അതാണ് കലിവർഷം. അതിന് കൃഷ്ണവർഷം എന്നാണ് പറയുന്നത്. കൃഷ്ണവർഷം. കലിദിന സംഖ്യ, കലിദിന സംഖ്യയിൽ നിന്ന് 365 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കൃഷ്ണവർഷം കിട്ടും. അതായത് കലിവർഷം ഇപ്പോൾ എത്രാമത്തെ വർഷമാണ് നടക്കുന്നതെന്ന് കിട്ടും. അതേപോലെ തന്നെ ആ കലിദിനത്തെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആഴ്ച ദിവസം കിട്ടും. അപ്പം ശിഷ്ടം കണക്കാക്കുമ്പോൾ അത് ശുക്രൻ, അതായത് വെള്ളിയാഴ്ച മുതലാണ് കണക്കാക്കേണ്ടത്. 7-ൽ ഹരിച്ച് ശിഷ്ടം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ശിഷ്ടത്തെ വെള്ളിയാഴ്ച മുതൽ കണക്കാക്കിയാൽ നമുക്ക് ജനിച്ച ആഴ്ച കിട്ടും എന്നാണ്. അപ്പോൾ 7-ൽ ഹരിച്ചിട്ട് നമുക്ക് ശിഷ്ടം ഒന്നും കിട്ടുന്നില്ല, പൂജ്യമാണ് വരുന്നത് എങ്കിൽ വ്യാഴാഴ്ചയാണ് ജനനം. 1 ശിഷ്ടം വന്നാൽ വെള്ളിയാഴ്ച ജനനം. അപ്പം 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം 1 കിട്ടുന്നതെങ്കിൽ വെള്ളിയാഴ്ച ജനനം. ആ കുട്ടി ജനിച്ചത് വെള്ളിയാഴ്ചയാണ്, ആ ദിവസം വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന് കണക്കാക്കാം. 2 ശിഷ്ടം വരുന്നതെങ്കിൽ ശനിയാഴ്ച, അതങ്ങനെ ക്രമത്തിലാണ്. 3 ഞായറാഴ്ച, 4 തിങ്കളാഴ്ച, 5 ചൊവ്വാഴ്ച, 6 ബുധനാഴ്ച. ഇതാണ് ക്രമം. അപ്പം പിന്നെ വരുന്നത് ശിഷ്ടമില്ലാത്ത അവസ്ഥ. ശിഷ്ടമില്ല എങ്കിൽ അത് 0 ശിഷ്ടം എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യാഴാഴ്ച, ബാക്കിയുള്ള ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച. ആ വ്യാഴാഴ്ചയാണ് കുട്ടി ജനിച്ചത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ 1152 വൃശ്ചിക മാസം 6-ാം തീയതി 2:10 ഒരു കുട്ടി ജനിച്ചു. അപ്പോൾ ആ മാസം നമുക്ക് 1-ാം തീയതി കലിദിന സംഖ്യ എന്ന് പറയുന്നത് 18,54,633. അപ്പോൾ ഇതിൽ 6 തീയതി കൂട്ടിയാൽ 6-ാം തീയതിയാണ് കുട്ടി ജനിച്ചത്. അപ്പോൾ 6 ദിവസം കൂടെ കൂട്ടണം. അപ്പോൾ 6 ദിവസം കൂടെ കൂട്ടുമ്പോൾ 18,54,633 എന്ന ദിവസം കിട്ടും. അതാണ് ആ കുട്ടി ജനിച്ച കലിദിന സംഖ്യ. അപ്പോൾ ഈ സംഖ്യയെ നമ്മൾ 365 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1152-ാം ആണ്ട് എന്ന് കിട്ടും. അതാണ് ആ കുട്ടി ജനിച്ച വർഷം. അപ്പോൾ അതുകൂടാതെ 18,54,639 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് 3. അപ്പോൾ അത് നിങ്ങൾ ഉദാഹരണം നോക്കി ചെയ്ത് മനസ്സിലാക്കുക. 18,54,639 നമ്മൾ 7 കൊണ്ട് ഹരിച്ചാൽ, ഇപ്പം നമ്മൾ കാൽക്കുലേറ്ററിലാണ് കണ്ടുപിടിക്കുന്നത്. ഞാനതെല്ലാം വീഡിയോയ്ക്കകത്ത് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ കാൽക്കുലേറ്ററിലാണ് ഹരിക്കുന്നതെങ്കിൽ 2,64,956.142 ഇങ്ങനെ നമുക്ക് ശിഷ്ടം കിട്ടും. അപ്പോൾ ഇങ്ങനെ ശിഷ്ടം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിഷ്ടമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഈ ശിഷ്ടം ആദ്യം, ശിഷ്ടത്തിന് മുമ്പുള്ള സംഖ്യകളെയെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യുക കാൽക്കുലേറ്ററിൽ നിന്ന്. എന്നിട്ട് ആ ശിഷ്ടം 0.14285714 ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലെ അപ്പം
നമുക്ക് 3 എന്ന ശിഷ്ടം കിട്ടും. അപ്പം ഞാനിത് ചെയ്ത് ബോർഡിൽ ചെയ്യുന്ന ഇത് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. അന്നേരം നമുക്കത് എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 7 കൊണ്ട് അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് 3 എന്ന ശിഷ്ടം കിട്ടും. അപ്പോൾ 3 നമുക്ക് 1 ശിഷ്ടമാണെങ്കിൽ വെള്ളിയാഴ്ച, 2 ശിഷ്ടമാണെങ്കിൽ ശനിയാഴ്ച, 3 ശിഷ്ടമാണെങ്കിൽ ഞായറാഴ്ച. അങ്ങനെ വരുമ്പോൾ ഞായറാഴ്ചയാണ് ആ കുട്ടി ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1152-ാം ആണ്ട് വൃശ്ചിക മാസം 6-ാം തീയതി എന്നത് ഞായറാഴ്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഞ്ചാംഗം ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഈ കലിദിനത്തിന്, അതായത് 18,54,639 എന്ന സംഖ്യയെ നമുക്ക് തദ്ദിന കലിദിന സംഖ്യ എന്ന് പറയും. തദ്ദിനം അതായത് കുട്ടി ജനിച്ച ദിവസത്തെ കലിദിന സംഖ്യ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില ജ്യോത്സ്യന്മാർ ഗത കലിദിന സംഖ്യ എന്നാണ് എഴുതുന്നത് ജാതകത്തിൽ. അപ്പോൾ അന്നേരം ഒന്ന് കുറച്ചാൽ മതി. കടന്നു പോയത് 18,54,638 ദിവസം കഴിഞ്ഞു. ഗതകലിദിന സംഖ്യയാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് എഴുതാം. അത് ഓരോരുത്തരുടെ ശീലം പോലെയാണ്. അപ്പോൾ പൊതുവെ എന്നാൽ 90% ആൾക്കാരും തദ്ദിന കലിദിന സംഖ്യ എന്ന് പറഞ്ഞ് തന്നെയാണ് എഴുതുന്നത്, ഞാൻ ഉൾപ്പെടെ. ദിനരാത്രി ക്രമം കണ്ടുപിടിക്കുക. അപ്പോൾ പകലും രാത്രിയും നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ പകല് എത്രയുണ്ട്, രാത്രി എത്രയുണ്ട്, ഇത് കൃത്യമാകണമെന്നില്ല. പകല് 30 നാഴിക ഏകദേശം എന്ന് നമുക്ക് പറയാം, രാത്രി 30 നാഴിക എന്ന് ഏകദേശം പറയാം. പക്ഷേ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും അനുസരിച്ച് രാത്രിമാനവും ദിനമാനവും വ്യത്യാസമുണ്ടാകും. അപ്പോൾ പകൽ എത്രയുണ്ട് എന്നുള്ളത്, മാനം എന്നാൽ അളവ് എന്നാണ് അർത്ഥം. മാനം എന്നത് അളവ് എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പം പകലിൽ എത്ര നാഴികയുണ്ട്, എത്ര വിനാഴികയുണ്ട്, അത് ആ ദിവസത്തെ സമയത്തിൻ്റെ അളവാണ്. രാത്രി എത്രയുണ്ട് എന്നത് രാത്രിമാനം എന്ന് പറയും. അപ്പം നമ്മൾ രാത്രി എത്രയുണ്ടെങ്കിലും പകൽ എത്രയുണ്ടെങ്കിലും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 60 നാഴികയായിരിക്കണം. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് അതിൽ മാറ്റമില്ല, അത് കൃത്യം 60 നാഴികയാണ്. അപ്പോൾ പകല് 30 നാഴിക 30 നാഴികയുണ്ട് എങ്കിൽ, അതായത് 30 നാഴികയും 30 വിനാഴികയും ഉണ്ട് പകലെങ്കിൽ, അപ്പം ആ 30 നാഴിക അധികമായിട്ട് വന്നത് രാത്രിയിൽ കുറയും. അപ്പോൾ രാത്രിയിൽ 29 നാഴികയും 30 വിനാഴികയുമായി മാറും. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട്. ദിനമാനം, രാത്രിമാനം എന്ന് പറഞ്ഞ് പഞ്ചാംഗത്തിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് സൂര്യോദയം സൂര്യാസ്തമയവും വെച്ചിട്ടാണ്. സൂര്യോദയം അപ്പം ഇന്നത്തെ ദിവസത്തെ സൂര്യോദയം എന്ന് പറയുന്നത് എന്താണ് എന്ന് എത്ര മണിക്കാണ് എന്ന് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഇന്ന് സൂര്യോദയം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് നമ്മുടെ സൂര്യോദയവും അതായത് വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ സൂര്യോദയവും വ്യത്യാസമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ഇന്നത്തെ സൂര്യോദയം എന്ന് പറയുന്നത് 6:10:34 ആയിരുന്നു. നമുക്ക് പഞ്ചാംഗത്തിൽ അതൊക്കെ കിട്ടും. അസ്തമയം എന്ന് പറയുന്നത് 6:39 ആയിരുന്നു. അപ്പോൾ പകല് 29 മിനിറ്റ് കൂടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ രാത്രിയിൽ ആ 29 മിനിറ്റ് കുറയും. അപ്പോൾ സൂര്യോദയം 6:10 എങ്കിൽ സൂര്യ അസ്തമയം ഏത് സമയത്താണ് എന്ന് നോക്കുക. അത് മുതൽ അതുവരെ, അതായത് അസ്തമയം വരെ എത്ര നാഴികയുണ്ട്, എത്ര വിനാഴികയുണ്ട് എന്ന് മനസ്സിലാക്കുക.
മനസ്സിലാക്കിയതിന് ശേഷം അതിനെ മണിക്കൂർ മിനിറ്റ് ആക്കുക. ഇപ്പോൾ നമുക്ക് നേരിട്ട് മണിക്കൂർ മിനിറ്റ് ആക്കാം. പക്ഷേ നേരിട്ട് മണിക്കൂർ മിനിറ്റ് ആക്കിയാലും നമ്മുടെ ഗണിതക്രിയകൾ ചെയ്യുന്നത് നാഴിക വിനാഴികയിൽ ആയതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു നാഴിക എന്ന് പറയുന്നത് 2.5 മിനിറ്റാണ്. സോറി, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 2.5 നാഴികയാണ്. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 2.5 വിനാഴികയാണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 60 നാഴികയാണ് ഒരു ദിവസം. പകൽ എത്രയുണ്ടോ അതിൻ്റെ ബാക്കി നാഴിക വിനാഴികയാണ് രാത്രിയിൽ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ദിവസത്തിൻ്റെയും രാത്രിയുടെയും ഒക്കെ ക്രമം കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ഈ ഗണിതക്രിയകളൊക്കെ നിങ്ങൾക്ക് ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്യാം. അതൊക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സും കൂടെ അതിനെ സംബന്ധിച്ചെടുക്കാം. അപ്പോൾ പകൽ എത്രയുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. മണിക്കൂർ മിനിറ്റ് ആദ്യം കാണുക. ഇപ്പം ഈ പകല് 12 മണിക്കൂർ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നാഴിക വിനാഴികയാക്കുക. നാഴിക വിനാഴികയാക്കുന്നത് ഇപ്പം 12 മണിക്കൂറാണ് പകൽ 12 മണിക്കൂറാണ് എങ്കിൽ 12 മണിക്കൂറിനെ നാഴികയാക്കാൻ 2.5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 30 നാഴിക എന്ന് കിട്ടും. അപ്പോൾ 12 മണിക്കൂർ 30 നാഴികയായി. ഇനി 10 മിനിറ്റ് കൂടുതലുണ്ടെന്ന് വിചാരിച്ചു പകല്. അപ്പോൾ 10 മിനിറ്റിനെ അതേപോലെ തന്നെ 2.5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് വിനാഴിക കിട്ടും. അപ്പം 12 മണിക്കൂർ ഈ 10നെ 2.5 കൊണ്ട് ഗുണിക്കുമ്പോൾ 25 കിട്ടും. 25 വിനാഴിക. അപ്പോൾ 12 മണിക്കൂർ എന്നുള്ളത് 30 നാഴികയാണ്. 10 മിനിറ്റ് എന്നുള്ളത് 25 വിനാഴികയാണ്. അങ്ങനെ വരുമ്പോൾ അന്നത്തെ ദിവസം 12 മണിക്കൂർ 10 മിനിറ്റ് എന്നുള്ള പകൽ ദൈർഘ്യം നമുക്ക് 30 നാഴിക 25 വിനാഴികയാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പകൽ സമയത്തെ നാഴിക വിനാഴിക കണ്ടതിന് ശേഷം അതിൻ്റെ ബാക്കി എത്രയുണ്ടോ അതാണ് രാത്രി സമയത്തെ നാഴിക വിനാഴിക. ഇനി നമുക്ക് ഇങ്ങനെ കാണണമെന്ന് നിർബന്ധമില്ല. ഒരു കുട്ടി ഇനി രാത്രിയിലാണ് ജനിക്കുന്നതെങ്കിൽ നമുക്ക് കാണേണ്ടത് രാത്രിമാനമാണ്. രാത്രി എത്രയുണ്ട് എന്നാണ് നമുക്ക് കാണേണ്ടത്. അതിന് അന്നത്തെ ദിവസത്തെ അസ്തമയത്തിൽ നിന്ന് പിറ്റേ ദിവസത്തെ സൂര്യോദയം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് അന്നത്തെ ദിവസത്തെ അസ്തമയത്തിൽ നിന്ന് പിറ്റേ ദിവസം സൂര്യോദയം വരെ എത്ര മണിക്കൂർ മിനിറ്റ് ഉണ്ട് എന്ന് കാണുക. എന്നിട്ട് അതിനെ നാഴിക വിനാഴികയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ദിനമാനം രാത്രിമാനം എന്നീ കാര്യങ്ങൾ കാണുന്നത്. ദിനരാത്രി ക്രമം. അപ്പോൾ ദിനമാനവും രാത്രിമാനവും നമ്മൾ ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇത് കൂടാതെ നമുക്ക് പിന്നെ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഫുടങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ സ്ഫുടങ്ങളും പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമാണ്. എന്നാലും നമ്മൾ സ്ഫുടങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുക. അപ്പോൾ ഇപ്പം രാത്രി ഇപ്പോൾ 9 മണി കഴിഞ്ഞു, 9:12 ഒരു കുട്ടി ഇന്ന് 9 മണിക്ക് ജനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ കുട്ടിയുടെ സൂര്യസ്ഫുടം നമുക്ക് കാണണം. സൂര്യസ്ഫുടം ഏകദേശം പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് സൂര്യസ്ഫുടം എന്ന് പറയുന്നത് സൂര്യൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ഇപ്പോൾ നമുക്ക് രാശിയെ സൂചിപ്പിക്കുന്നതാണ് സ്ഫുടം. സ്ഫുടം എഴുതുമ്പോൾ രാശിയെയാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. അപ്പം രാശിയെ സൂചിപ്പിക്കുമ്പോൾ ഓരോ രാശിക്കും ഒന്നാമത്തെ രാശി, രണ്ടാമത്തെ രാശി എന്നുള്ള അടയാളങ്ങളുണ്ട്. മേടൻ രാശി ഒന്നാമത്തെ രാശിയാണ്. അപ്പം മേടൻ രാശിയിൽ സൂര്യസ്ഫുടം എഴുതുമ്പോൾ ഒരിക്കലും ഒന്നാമത്തെ രാശി ആയതുകൊണ്ട് ഒന്നാമത്തെ രാശി എന്നല്ല എഴുതുന്നത്,
ഒന്നാമത്തെ രാശി പൂർത്തിയായാൽ മാത്രമേ ഒന്ന് രാശിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 0 രാശി മേടൻ രാശിയിൽ എവിടെയാണോ ഗ്രഹം നിൽക്കുന്നത് ആ ഡിഗ്രിക്ക് നമ്മൾ ഡിഗ്രി എന്ന് പറയും. അപ്പം നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് മിഥുന മാസം 12-ാം തീയതിയാണ്. അപ്പം മിഥുന രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. മിഥുന മാസത്തിൽ സൂര്യൻ നിൽക്കുന്നു, മിഥുനം രാശിയിൽ സൂര്യൻ നിൽക്കുന്നു. മിഥുനം രാശി എന്ന് പറയുന്നത് 3-ാമത്തെ രാശിയാണ്. അപ്പം നമ്മൾ സൂര്യനെ എഴുതുമ്പോൾ 2 രാശി എന്ന് എഴുതും. ആദ്യം രാശി ഏതാ എഴുതേണ്ടതെന്ന് രാശിയുടെ സ്ഥാനത്ത് 2 രാശി എന്ന് എഴുതും. 2 രാശി എന്ന് എഴുതാൻ കാരണം മിഥുനം എന്നുള്ളത് 3-ാമത്തെ രാശിയാണ്. മിഥുനത്തിൻ്റെ പകുതിയിലാണ് നിൽക്കുന്നത്, മിഥുനം രാശി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ രാശികളെയാണ് നമ്മൾ എഴുതുന്നത്. കഴിഞ്ഞ രാശികൾ എന്ന് പറഞ്ഞാൽ 2 രാശി, മേടം ഇടവം രാശികൾ കഴിഞ്ഞു. അപ്പോൾ രാശിയുടെ ഭാഗത്ത് 2 എന്ന് എഴുതും. അടുത്ത് വരുന്നത് മിഥുനൻ രാശിയിൽ എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം മിഥുനൻ രാശി എല്ലാ രാശിയും 30 ഡിഗ്രിയാണ് എന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പം 30 തീയതികൾ. അപ്പം സൂര്യൻ ഒരു ദിവസം കൊണ്ട് ഒരു ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത് ഏകദേശം. ചിലപ്പോൾ അത് മാറ്റം വരാം. ചില മാസങ്ങളിൽ 29 ദിവസമാകാം, ചില മാസങ്ങളിൽ 31 ദിവസമാകാം, ചില മാസങ്ങളിൽ 32 ദിവസം വരെ ആകാം. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. 30 ദിവസമാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം ഒരു ദിവസം സൂര്യൻ 1 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ മിഥുനമാസം എന്ന് പറയുന്നത് കൂടുതൽ ദിവസമുണ്ടെന്ന് പറഞ്ഞാൽ 31 ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂര്യൻ്റെ സ്ഥിതി മിഥുനം 1-ാം തീയതി, ഇനി വരുന്നത് കർക്കിടകം 1-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-ാം തീയതി, ജൂലൈ 16. അപ്പോൾ ജൂലൈ 15 എന്ന് പറയുന്നതാണ് മിഥുനം ലാസ്റ്റ്. മിഥുനം അത് 31-ാം തീയതിയാണ്. അപ്പോൾ 31 ദിവസമുണ്ട് മിഥുനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 30 ഡിഗ്രി സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരു ദിവസം 1 ഡിഗ്രിയിൽ കുറവാണ്. അപ്പം നമുക്ക് ഏകദേശം വേണമെങ്കിൽ ഇന്ന് മിഥുനം 12 ആയതുകൊണ്ട് സൂര്യൻ ഇപ്പോൾ 12 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. 12 ദിവസം പൂർത്തിയായില്ല. അപ്പോൾ 11 ഡിഗ്രി കഴിഞ്ഞ് അടുത്ത നാഴികയിലാണ് എന്ന് പറയാം. അപ്പോൾ സൂര്യസ്ഫുടം നമുക്ക് എഴുതുമ്പോൾ ഏകദേശം നമുക്ക് കണക്ക് കൂട്ടാം. സൂര്യൻ 2 രാശി 11 ഡിഗ്രി ബാക്കിയുള്ള മിനിറ്റ് എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പം അതായത് ഇപ്പം ഒരു ജനിച്ച കുട്ടിയുടെ ഞാൻ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്ഫുടങ്ങൾ കാണുമ്പോൾ സൂര്യൻ 11 ഡിഗ്രി 2 രാശി 11 ഡിഗ്രി 19 മിനിറ്റിലാണ് അല്ലെങ്കിൽ 19 നാഴികയിലാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് പറയാം. അങ്ങനെ നമുക്ക് സൂര്യസ്ഫുടം എളുപ്പം കണ്ടുപിടിക്കാനായിട്ട്, ഏകദേശം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് കൃത്യമായ ഗണിതക്രിയ ഉണ്ട്. ആ ഗണിതക്രിയ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. സൂര്യസ്ഫുടം ഒഴിച്ച് ബാക്കിയുള്ള ഗ്രഹസ്ഫുടം കണ്ടുപിടിക്കാൻ ഇത്തിരി കണക്ക് കൂട്ടിയെടുത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പം നമുക്ക് അതായത് ഓരോ ദിവസത്തെയും സ്ഫുടങ്ങൾ തന്നിട്ടുണ്ട്, പഞ്ചാംഗത്തിൽ കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും സ്ഫുടങ്ങൾ എന്ന് പറയുന്നത് സൂര്യോദയം 6 മണിക്കാണ് എങ്കിൽ 6 മണിയുടെ സ്ഫുടമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടി ഒരു ദിവസം രാവിലെയാണ്, ഇന്ന് 10 മണിക്ക് ജനിച്ച കുട്ടിയുടെ അപ്പം 4 മണിക്കൂറിൻ്റെ സ്ഫുടം അധികമായിട്ട് ആ സ്ഫുടത്തിൽ ചേർത്താൽ മതി. അപ്പം നമുക്കത് എളുപ്പം കണ്ടുപിടിക്കാം, പഞ്ചാംഗത്തിലുണ്ട്. എന്നിരുന്നാലും അത്രയും ഗണിതമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഗണിതമെല്ലാം നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ സൂര്യസ്ഫുടം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം നമ്മുടെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, സമയം നമ്മുടെ കളയുന്നില്ല. അത് കഴിഞ്ഞിട്ട് രാശി പ്രമാണം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ 12 രാശികളാണ് നമുക്കുള്ളത്. 12 രാശികളിൽ മേടം രാശി സഞ്ചരിക്കുന്നതിന് 30 ഡിഗ്രിയാണ് മേടം രാശി. ഓരോ രാശിയും 30 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞത്. അത് കൃത്യം 30 ഡിഗ്രി വരണമെന്ന് നിർബന്ധമില്ല. ചില രാശികൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്.
അപ്പോൾ രാശി പ്രമാണം എന്നതിന് പറയുന്നത്. പ്രമാണം എന്ന് പറഞ്ഞാൽ ഒരു നിയമം എന്നുള്ള അർത്ഥം. രാശി പ്രമാണം. അപ്പം ഈ രാശി പ്രമാണം വ്യത്യസ്തമാണ്. അപ്പോൾ രാശി പ്രമാണം എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയാണ് ഒരു രാശി എന്ന് ഞാൻ പറഞ്ഞു. 30 ഡിഗ്രി എന്ന് പറയുന്നത് ഏകദേശം 5 നാഴികയാണ്. 30 ഡിഗ്രി 5 നാഴിക തന്നെയാണ്. ഒരു രാശി പ്രമാണം എന്ന് പറയുന്നത് 30 ഡിഗ്രി തന്നെ ആകണമെന്നില്ല, ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ രാശി പ്രമാണവും വ്യത്യാസം വരും. 12 രാശിയും കൂടെ കൂട്ടുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ മേടൻ രാശിയുടെ രാശി പ്രമാണം എന്ന് പറയുന്നത് 4 നാഴിക 30 വിനാഴികയാണ്. അപ്പോൾ ഒരു 30 വിനാഴിക കുറവാണ് മേടം രാശിയുടെ രാശി പ്രമാണം. അതായത് 5 നാഴികയാണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. ഒരു രാശിയുടെ രാശി നാഴിക, ഒരു രാശി എന്ന് പറയുന്നത് 5 നാഴികയാണ്, അതായത് 30 ഡിഗ്രി. പക്ഷേ മേടൻ രാശിക്ക് 30 വിനാഴിക കുറവാണ്. 4 നാഴിക 30 വിനാഴികയാണ്. ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചും രാശി പ്രമാണം മാറ്റമുണ്ട്. ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചിട്ട് ഈ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും മാറുന്നതിന് അനുസരിച്ചിട്ട് ഓരോ സ്ഥലക്കാർക്കും രാശി പ്രമാണം വ്യത്യാസമാണ്. തിരുവനന്തപുരത്തെ രാശി പ്രമാണത്തിൽ നിന്ന് എറണാകുളത്തെ രാശി പ്രമാണം ഏതാനും വിനാഴികകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കുട്ടി ജനിക്കുന്നത് എവിടെയാണോ അതിനനുസരിച്ച് രാശി പ്രമാണം വരെ മാറും. അപ്പോൾ ആ ഗണിതം നല്ല രീതിയിൽ അറിഞ്ഞാലേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞു. എന്നിരുന്നാലും പഞ്ചാംഗം നോക്കി മനസ്സിലാക്കുന്നത്. ഇപ്പം ആപ്ലിക്കേഷൻസ് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒരാൾക്ക് പഞ്ചാംഗത്തിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പഞ്ചാംഗം നോക്കി നമുക്കതിനെ കണക്ക് കൂട്ടിയെടുക്കാം. രാശി പ്രമാണം, മേടം രാശിയുടെ രാശി പ്രമാണം 4 നാഴിക 30 വിനാഴികയാണ്. അതിന് നോർഗർവി എന്ന് പറയും ആ രാശി പ്രമാണത്തിന് പേര് പറയുന്നത്. ഇടവൻ രാശിയുടെ മുനിമൽ എന്ന് പറയും. അത് 5 നാഴിക 5 വിനാഴികയാണ്. അപ്പോൾ ഇടവൻ രാശിക്ക് രാശി പ്രമാണത്തിൽ 5 നാഴികയിൽ കൂടുതലുണ്ട്, 5 വിനാഴിക കൂടുതലുണ്ട്. മിഥുനൻ രാശിക്ക് 5 നാഴിക 28 വിനാഴികയുണ്ട്. അപ്പോൾ 28 വിനാഴിക മിഥുനം രാശിക്ക് കൂടുതലുണ്ട്. കർക്കിടകൻ രാശിക്ക് 5 നാഴിക 23 വിനാഴികയുണ്ട്. അത് 23 വിനാഴിക കൂടുതലുണ്ട്. ചിങ്ങം രാശിക്ക് മനോത്മ എന്നാണ് പേര്. 5 നാഴിക 5 വിനാഴിക, അവിടെയും 5 വിനാഴിക കൂടുതലുണ്ട്. കന്നി രാശിയുടെ രാശി പ്രമാണത്തിൻ്റെ പേര് ധർമ്മവിൽ എന്നാണ്. അത് 4 നാഴിക 59 വിനാഴികയാണ്, 1 വിനാഴിക കുറവ്. തുലാൻ രാശിയുടെ രാശി പ്രമാണം എന്ന് പറയുന്നത് 5 നാഴിക 12 വിനാഴികയാണ്, അവിടെ 12 വിനാഴിക കൂടുതൽ. ധനുരാശിയുടെ രാശി പ്രമാണം വൃശ്ചികം രാശിയുടെ രാശി പ്രമാണം 5 നാഴിക 29 വിനാഴികയാണ്, അവിടെ ധരണി എന്നാണ് പേര്. അത് 29 വിനാഴിക കൂടി. ധനുരാശിയുടെ രാശി പ്രമാണം ഗിരീശ എന്നാണ് പേര്. അത് 4 നാഴിക 51 വിനാഴികയാണ്, അവിടെ 9 വിനാഴിക കുറഞ്ഞു. പിന്നീട് മകരം രാശിയുടെ രാശി പ്രമാണം 4 നാഴിക 51 വിനാഴിക, അതിന് യമഭ്യ എന്നാണ് പേര്. അവിടെയും 9 വിനാഴിക കുറഞ്ഞു. കുംഭം രാശിയുടെ രാശി പ്രമാണത്തിൻ്റെ പേര് പുത്രോഖ എന്നാണ്. അത് 4 നാഴിക 21 വിനാഴികയാണ്. അപ്പം അവിടെ 39 വിനാഴിക കുറഞ്ഞു. അടുത്തത് മീനൻ രാശിയാണ്. മീനൻ രാശിയുടെ ലംഘധ്വനി എന്നാണ് രാശി പ്രമാണത്തിൻ്റെ പേര്. അതിന് 4 നാഴിക 13 വിനാഴികയേ ഉള്ളൂ. അതായത് മീനൻ രാശി കടക്കാൻ വളരെ എളുപ്പമാണ്, കുറച്ച് സമയമേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പം മീനൻ രാശിയുടെ രാശി പ്രമാണം 4 നാഴിക 13 വിനാഴികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ 47 വിനാഴിക കുറവാണ്. അപ്പോൾ ഇങ്ങനെ മുഴുവൻ രാശിയും കൂടെ വരുമ്പോൾ 360 ഡിഗ്രിയാണ്. 60 ആകെ നാഴിക, ആകെ 60 നാഴിക. അപ്പോൾ ഈ 60 നാഴിക എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം കൊണ്ട് സൂര്യൻ
ഒരു രാശിചക്രത്തെ ചുറ്റുന്നു. ഒരു വർഷം കൊണ്ട് സൂര്യൻ ഒരു രാശിചക്രത്തെ ചുറ്റുന്നതിന് സ്ഥിര രാശിക്രമം എന്ന് പറയും. അതായത് ഒരു വർഷം കൊണ്ട് സൂര്യൻ ഇങ്ങനെ കറങ്ങി ഓരോ മാസം എടുത്ത് കറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ദിവസം സൂര്യോദയം മുതൽ ഇങ്ങനെ കറങ്ങി ഒരു രാശിചക്രത്തെ ഒന്ന് കറങ്ങി അടുത്ത സൂര്യോദയം ആകുമ്പോൾ അതാ സ്ഥാനത്ത് വരും. അപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ ഒരു ദിവസം കടന്നു പോകുന്നതുകൊണ്ട് ഒന്ന് ജമ്പ് ചെയ്ത് ഏകദേശം 1 ഡിഗ്രി അപ്പുറത്തേക്ക് സൂര്യൻ വരുന്നു. അപ്പോൾ ഇതാണ് രാശി പ്രമാണം. രാശി പ്രമാണത്തിൻ്റെ ചാർട്ടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സൂര്യൻ മുതൽ എല്ലാ രാശിയും എല്ലാ ഗ്രഹങ്ങളും ഇതേപോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഒരു സ്ഫുടമുണ്ട്. ഈ രാശി പ്രമാണവും വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഫുടവും കണ്ടുപിടിക്കുന്നത്. അത് ഒരു ദിവസത്തെ കാര്യം കണ്ടുപിടിക്കുന്നതിനാണ്. മൊത്തമായിട്ടുള്ള സഞ്ചാരത്തിൽ ഈ ഒരു വർഷത്തെ കാര്യമാണ് ഗണിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ സൂര്യസംക്രമം എന്ന് പറയുന്നത് ഒരു രാശിയിൽ നിന്ന് സൂര്യൻ അടുത്ത രാശിയിലേക്ക് കടക്കുന്നതിനാണ് സംക്രമം എന്ന് പറയുന്നത്. സംക്രമിക്കുക. അപ്പോൾ സൂര്യൻ ഇതിപ്പോൾ മിഥുന മാസത്തിലാണ് നിൽക്കുന്നത്, മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. മിഥുനം ഞാൻ നേരത്തെ പറഞ്ഞു 15-ാം തീയതി ആണ് 31-ാമത്തെ മിഥുന മാസം, 31-ാം തീയതി. അത് കഴിഞ്ഞിട്ട് സൂര്യൻ അടുത്ത രാശിയിലേക്ക്, അതായത് കർക്കിടകൻ രാശിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിന് കർക്കിടക സംക്രമം, ആ കർക്കിടകത്തിലേക്കുള്ള സംക്രമം ഏത് സമയത്താണോ, ഏത് നാഴികയിലാണ്, ഏത് വിനാഴികയിലാണ്, എത്രാമത്തെ വിനാഴികയിലാണ്, ഏത് ദിവസമാണെന്ന്, ദിവസം ഏതാണ്, ഏത് നക്ഷത്രത്തിലാണ് എന്നൊക്കെ പ്രാധാന്യമുണ്ട്. അതിന് സംക്രമം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സംക്രമം തട്ടുന്ന ദിവസങ്ങൾ മുഹൂർത്തങ്ങൾക്ക് ഒഴിവാക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സൂര്യസംക്രമം എന്ന് പറയും. അങ്ങനെ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിലേക്ക് കടക്കുന്നതിനെ സംക്രമം എന്ന് പറയും. അപ്പോൾ സൂര്യസംക്രമത്തിനാണ് പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ആദിത്യൻ നമ്മളിപ്പോൾ ഒരു ഗ്രഹസ്ഥിതി എഴുതുകയാണ്, ഒരു ഗ്രഹനില എഴുതുകയാണ്. അപ്പോൾ സൂര്യൻ ഇപ്പം മിഥുന മാസത്തിലാണ്. അപ്പം മിഥുന മാസത്തിൽ മിഥുനൻ രാശിയിൽ സൂര്യനെ അവിടെ കുറിച്ച് വെക്കുക. അപ്പോൾ രാ എന്ന അക്ഷരം കൊണ്ടാണ് സൂര്യനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം മിഥുന മാസത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജാതകത്തിൽ മിഥുന രാശിയിലാണ് സൂര്യൻ ഉണ്ടാകുക. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ടതായിട്ടില്ല. അപ്പം മിഥുനം രാശിയിൽ രാ എന്ന് എഴുതിയാൽ അവിടെ സൂര്യനെ നമ്മൾ ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തി. അങ്ങനെ ഓരോ ഗ്രഹത്തെയും നമ്മൾ അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ പറഞ്ഞു, സൂര്യോദയം മുതൽ അടുത്ത ദിവസം വരെ വീണ്ടും സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അതിനാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഗ്നം കണ്ടുപിടിക്കണമെങ്കിൽ സൂര്യോദയം മുതൽ സൂര്യൻ ഇങ്ങനെ കറങ്ങി ഓരോ രാശിയിലും വരുന്ന ആ ഓരോ രാശിയിലെയും സൂര്യോദയം മുതൽ, ഇപ്പോൾ 10 മണിക്കാണ് കുട്ടി ജനിച്ചതെങ്കിൽ സൂര്യോദയം മുതൽ 10 മണി വരെ എത്ര മണിക്കൂർ മിനിറ്റ് ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് അതിനെ നാഴിക വിനാഴികയാക്കിയിട്ട് അത് ആ സമയം എത്ര രാശി കടന്നു വന്ന് സൂര്യൻ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ രേഖപ്പെടുത്തണം. അതിനാണ് ലഗ്നം എന്ന് പറയുന്നത്. അത് കുട്ടി ജനിച്ച സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. അവിടം വെച്ചിട്ടാണ് നമ്മൾ ഫലപ്രവചനം നടത്തുന്നത്. ലഗ്നമാണ് 1-ാം ഭാവം. അപ്പോൾ അങ്ങനെ ലഗ്നം കണ്ടുപിടിക്കണം, മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കണ്ടുപിടിക്കണം, ഈ ഗ്രഹങ്ങളുടെ എല്ലാം സ്ഫുടം കണ്ടുപിടിക്കണം. ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ജാതകരചനയിലുള്ളത്. ജാതകരചന നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് നല്ല ജ്യോതിഷം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഗണിതക്രിയകൾ മനസ്സർപ്പിച്ച് കുറച്ച് സമയമെടുത്ത് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു നിങ്ങൾക്ക് തരാനുള്ള നിർദ്ദേശം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ പഠിച്ച കാര്യങ്ങൾ അപ്പം നമുക്ക് ഇതിൽ നിങ്ങൾ പലരും ഒരു 5-6 പേര് മാത്രമാണ് എനിക്ക് ഇതിൽ കഴിഞ്ഞ ഞാൻ ഹോംവർക്ക് തന്നിട്ടുള്ളത് അതായത് ഹോംവർക്ക് തന്നിട്ടുള്ളത്
ചെയ്തു തന്നത്. അപ്പം എല്ലാവരും അത് ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. എനിക്ക് മനസ്സിലാകണമെങ്കിൽ അതാണ് എളുപ്പം. അപ്പം ഞാനൊരു ഹോംവർക്ക് തരികയാണ്. 18,72,22 ദിവസം. അപ്പം അത് ഞാനിപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനെ കണക്ക് കൂട്ടിയെടുക്കുക. 18,72,22 ദിവസം. അപ്പം അത് ഞാൻ വാട്സപ്പിൽ ആ സംഖ്യ വർഷം ഇട്ടിട്ടുണ്ട്. അത് ഒരു ദിവസത്തെ കലിദിന സംഖ്യയാണ്. എന്നത്തെയാണെന്ന് ഞാൻ പറയുന്നില്ല, കലിദിന സംഖ്യയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കലിവർഷം കണ്ടുപിടിക്കുക. എത്ര കലിവർഷമായി? അപ്പോൾ അതിനെ 7 കൊണ്ട് ഹരിച്ചിട്ട് ആഴ്ച ദിവസം കണ്ടുപിടിക്കുക. ഏത് ദിവസമാണ്, ഏത് ആഴ്ചയാണ്, തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ എന്ന് കണ്ടുപിടിക്കുക. ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചു വെക്കുക. അതായത് കലിവർഷം, അതായത് കൃഷ്ണവർഷം എന്നാണ് പേര് പറയുന്നത്. കൃഷ്ണവർഷം കണ്ടുപിടിക്കുക. ആ ദിവസം, ഈ തന്ന ദിവസം ഏത് ആഴ്ചയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഹോംവർക്ക്. എല്ലാവരും അത് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം തന്ന ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ ആ ഹോംവർക്ക് ചെയ്ത് എനിക്ക് പോസ്റ്റ് ചെയ്യുക. നിർബന്ധമായിട്ടും ഹോംവർക്ക് ചെയ്യണം. അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഇനി പറയും. ഇപ്പം തുടക്കമായതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സ്ട്രിക്റ്റായിട്ട് നമ്മൾ പോകാത്തത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും, ഒരുപക്ഷെ ജ്യോതിഷം പോലും നല്ല രീതിയിൽ അറിവുള്ളവരായിരിക്കാം. സമയക്കുറവ് കുഴപ്പം വിചാരിക്കാതിരിക്കുക. അപ്പം ഇത് ഹോംവർക്കായിട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് ഗ്രൂപ്പിലോ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥന ചൊല്ലി നിർത്താം. ഓം അസതോ മാ സദ്ഗമയ തമസോർമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 2200 ആണ്ടാണ് ചിങ്ങമാസം 1-ാം തീയതി മുതൽ വരുന്നത്. ആ പുതിയ പഞ്ചാംഗം, വലിയ പഞ്ചാംഗം ഇറങ്ങിയിട്ടുണ്ട്. ജ്യോതിഷഭൂഷണം വലിയ പഞ്ചാംഗം. ആ പഞ്ചാംഗം എല്ലാവരും വാങ്ങിക്കുക. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഞ്ചാംഗത്തെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചാംഗം എല്ലാവരുടെയും കയ്യിൽ റെഡി വെച്ചുകൊണ്ട് വേണം നമുക്ക് ആ ക്ലാസ്സുകൾ തുടങ്ങാൻ. പഞ്ചാംഗം പരിചയപ്പെട്ടതിന് ശേഷം ഇനി നമുക്ക് സ്ഫുടം കണ്ടുപിടിക്കുന്ന കാര്യത്തിലേക്കൊക്കെ പോകാം. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പഞ്ചാംഗമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പഞ്ചാംഗം വാങ്ങിക്കുക. അപ്പം പഴയ പഞ്ചാംഗം വാങ്ങിച്ചിട്ട് ഇപ്പോഴത്തെ പഞ്ചാംഗം വാങ്ങിച്ചിട്ട് വലിയ പ്രയോജനം നിങ്ങൾക്കില്ല. അതുകൊണ്ട് പുതിയ പഞ്ചാംഗം വാങ്ങിക്കുക. പുതിയ പഞ്ചാംഗം ആകെ ഇപ്പോൾ ഒരു പഞ്ചാംഗം ഇറങ്ങിയിട്ടുള്ളൂ. അത് ജ്യോതിഷഭൂഷണം വലിയ പഞ്ചാംഗമാണ്. എല്ലാവരും വാങ്ങിക്കേണ്ട പഞ്ചാംഗവും അത് തന്നെയാണ്. മറ്റ് മാതൃഭൂമി, മനോരമ തുടങ്ങിയവരൊക്കെ പഞ്ചാംഗം ഇറക്കുന്നുണ്ട്. അതുകൂടാതെ കേരള കൗമുദി ഇറക്കുന്നുണ്ട്. പിന്നെ കാണിപ്പയ്യൂരിൻ്റെ പഞ്ചാംഗമുണ്ട്. പിന്നെ ബ്രാഹ്മണ സഭയുടെ പഞ്ചാംഗമുണ്ട്. പിന്നെ ഞങ്ങളുടെ സംഘടന, ഞാൻ ഉൾപ്പെടുന്ന ഈ വലിയ പഞ്ചാംഗമൊക്കെ ബാലകൃഷ്ണ വാര്യർ സാറാണ് ഇറക്കുന്നത്. കാണിപ്പയ്യൂര് തിരുമേനി പഞ്ചാംഗം അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങുന്നുണ്ട്. അതുകൂടാതെ എറണാകുളത്തെ ഞാൻ പഠിച്ചത് കാർഡ് എന്ന സ്ഥാപനത്തിലാണ്.
സെൻറ്റർ ഫോർ അസ്ട്രോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. എറണാകുളത്തുള്ള സംഘടനയാണ് അത്. ഗവൺമെൻറ് രജിസ്റ്റേർഡ് സംഘടനയാണ് അത്. VS രാമകൃഷ്ണൻ നായർ സാർ എന്നൊരു വലിയ മനുഷ്യനാണ് അത് സ്ഥാപിച്ചത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. കോവിഡ് കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോഴും ആ കാർഡ് പ്രവർത്തനം നടക്കുന്നുണ്ട്. കാർഡിൻ്റെ എല്ലാ വർഷവും പഞ്ചാംഗം ഇറങ്ങാറുണ്ട്. ഇതുവരെ അത് ഇറങ്ങിയിട്ടില്ല. അത് ഇപ്പം ശർമ്മ സാറാണ് എൻ്റെ ഗുരുനാഥനും കൂടിയാണ്, എൻ്റെ ആദ്യകാല ഗുരുനാഥൻ എന്ന് പറയാം. അതേസമയം എനിക്ക് കബഡി പോലെയുള്ള ക്രിയകൾ എന്നെ അഡ്വാൻസ് പ്രശ്നമാർഗവും ദേവപ്രശ്നവും ഒക്കെ പഠിപ്പിച്ചത് തൃപ്പൂണിത്തുറ അപ്പുക്കുട്ടൻ മാസ്റ്ററാണ്. പിന്നെ ഇതുകൂടാതെ നിരവധിയായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ശ്രീനാഥ് ഓജി സാർ എൻ്റെ കൂടെ പല ക്ലാസ്സുകളിലും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. നമ്മളിത് പഠിച്ചാലും തീരാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇപ്പം ശ്രീനാഥ് ഓജി സാറിൻ്റെയൊക്കെ കൂടെ നമ്മൾ ജ്യോതിഷം എന്നുള്ളത് കടന്ന് കുറേയധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് നല്ല വ്യക്തികളെ കൊണ്ട് പുതിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. പഞ്ചാംഗം, വലിയ പഞ്ചാംഗം, അതായത് ജ്യോതിഷഭൂഷണം വലിയ പഞ്ചാംഗം എല്ലാവരും 1-2 ദിവസത്തിനുള്ളിൽ വാങ്ങിക്കുക. ഇത്രയും കാര്യങ്ങൾ പറയുകയാണ്. ഈ ക്ലാസ്സിനെ കുറിച്ച് ആരെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ആർക്കെങ്കിലും. ഇന്ന് നമ്മൾ പറഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് കുഴപ്പമില്ല. എല്ലാവരും മടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ശരി, നമുക്ക് സമയമില്ല. പഞ്ചാംഗം എല്ലാവരും വാങ്ങിക്കുക. വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം. ഇന്നോ നാളെയോ രാവിലെയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്. സാറേ, ഞാൻ അനിൽകുമാറാണ്, പത്തനംതിട്ട മലയാളപ്പുഴ. സാറേ, ഡോക്ടർ അല്ലേ? ക്ലാസ്സിന്റെ നല്ലത്, വളരെ സന്തോഷം. എനിക്ക് ഒരാഴ്ച ഒരു ചെറിയ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരു പനിയായിപ്പോയി. ഹോംവർക്ക് രണ്ടും കൂടെ ഒന്നുകൂടെ എന്താണ് ഹോംവർക്ക് എന്നുള്ളതൊന്ന് ഗ്രൂപ്പിലിടണേ. സാർ ആ വീഡിയോ ക്ലാസിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. കണ്ടിട്ട് സാറ് ഡോക്ടർ അനിൽകുമാർ അല്ലേ? അതെ. ശരി. നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ സാറ്. സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ഞാൻ ചെയ്തായിരുന്നു, പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെയ്തിട്ടില്ല. സാർ അത് വീഡിയോ ഡോക്ടർ അത് വീഡിയോ കാണുക. ഞാൻ വീഡിയോ ഇടണേ. തീർച്ചയായിട്ടും. ഇതിപ്പം ഈ വീഡിയോ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് നീണ്ടുപോകുന്നു. അതാണ് ഞാൻ വിടാൻ താമസിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ അപ്പം ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്താം. ഇന്ന് നാളെ രാവിലെ ഉടനെ പോസ്റ്റ് ചെയ്യാം. കാണാത്തവർക്കും അത് ഉപകാരപ്പെടും. അപ്പം സാറ് ഇന്നത്തെ ഇത് അതിൻ്റെ ഹോംവർക്ക് ചെയ്ത് നാളെ പോസ്റ്റ് ചെയ്യുക. അപ്പം വീഡിയോയുടെ ഷെയർ ലിങ്ക് ഞാൻ ഇടാം. ശരി, നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ദിവസം കാണാം.